السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മെ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവ്വലോക സത്താവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും വിശ്വാസികൾ ആ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഒന്നിക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ റമളാനാകാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ വർഷവും റമളാൻ വരുമെങ്കിലും എല്ലാ വർഷവും നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ റമളാൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ചിട്ടയോടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ, നമ്മൾ എല്ലാവരോടും ചോദിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതെ, അള്ളാഹുവിനെ ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾപ്പെടേണ്ടത്. നമ്മൾ മാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ, അള്ളയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ കുറഞ്ഞ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല. സുഹൃത്തുക്കളെ, നമുക്ക് സംരക്ഷണവും താങ്ങും തരാൻ ഒരാളുണ്ടെന്ന ബോധം, നമുക്കുണ്ടാകുന്ന ധൈര്യം ചെറുതൊന്നല്ല. ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ട്, നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ എന്തുണ്ട് ഒരാളുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യും, മനസ്സിന് സമാധാനം ഉണ്ടാവും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ എന്തൊരാശ്വാസം ഉണ്ടാകും. നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെടുകയാണ്,
ആ സമയത്താണ് നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകും എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ രോഗിയാകുന്ന സമയത്ത് ഒറ്റക്കാവുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ആശങ്കപ്പെടൊന്നും വേണ്ട, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തേരാം, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ സാരില്ല ഞാൻ ചെയ്തുതരാം, ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എത്തിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മളുടെ രോഗം വരെ എന്ത് ചെയ്യും, കുറെ കുറയും. അത് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരാളുണ്ട് എന്നറിയുന്നവന്റെ മനസ്സ് എപ്പോഴും എന്താണ്, സമാധാനമായിരിക്കും. എനിക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാള്, അയാൾ എന്നെ സഹായിക്കും, അയാൾ എന്നെ പ്രയാസപ്പെടുത്തൂല, അയാൾ എന്നെ താങ്ങും തണലുമാണ്. എത്ര ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ കാര്യങ്ങളായിരുന്നാലും ശരി, അയാൾ എന്ത് ചെയ്യും, എന്നെ സഹായിക്കും എന്ന് കാണുമ്പോൾ നമുക്കെന്താണ്, വലിയൊരു ആശ്വാസമായിരിക്കും. ഈ ആശ്വാസവും സമാധാനവുമാണ് സഹോദരന്മാരെ വിശ്വാസം ഉള്ളിൽ ഉറച്ച ഒരു മുസ്ലിമിനെ വ്യതിരക്തമാക്കുന്നത്. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. നമുക്ക് മനസ്സിനൊരു സമാധാനം വേണോ? അള്ളാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അള്ളാഹനെ ഓർത്തു മനസ്സിൽ സമാധാനം ഉണ്ടാവും. സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്കെന്നില്ല സമാധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. വലിയ വീടുണ്ടായി എന്നുള്ളത് കൊണ്ട്, മക്കൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലായി എന്നുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. എത്രയോ ആളുകൾ, അവർ വലിയ കോടീശ്വരന്മാരാണ്, അവർക്ക് സമ്പത്തിന്റെ ഒരു പ്രയാസമില്ല, ഫ്ലാറ്റുകൾക്കൊരു പ്രയാസമില്ല, ഭക്ഷണത്തിനൊരു പ്രയാസമില്ല. പക്ഷെ അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? അവർക്ക് മനസ്സിൽ സമാധാനമില്ല. മനസ്സിനൊരു സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ താളം പോലും സഹോദരന്മാരെ തെറ്റും. മനസ്സിനൊരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഈമാൻ ഉണ്ടാവണം. അവിടെ പിടിച്ചു നിർത്താൻ പറ്റും, അവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നോക്കിയാട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന വെച്ചാൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും സഖാവായ അല്ലാഹു ഉണ്ട് എന്ന അറിവ്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ സഖാവായ അല്ലാഹു ഉണ്ട്. നോക്കിയാ, അവിടെ പേടിക്കാനില്ല. പേടിക്കേണ്ട വസ്തുതയുണ്ട്, പേടിക്കാതിരിക്കാനുള്ള വസ്തുതയുണ്ട്. നമ്മളൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്റെ റബ്ബിനെ കാണും, അവര് പേടിയുണ്ടാവും. അപ്പൊ നമുക്ക് മനുഷ്യന്മാരെയാണല്ലോ പൊതുവെ പേടി. ഭർത്താവ് എന്തെങ്കിലും കാണുമ്പോൾ ആ തെറ്റിലൊക്കെ നമ്മൾ മാറിയിരിക്കും. ഭാര്യ എന്തെങ്കിലും കാണുമ്പോൾ ഭർത്താവ് എന്തെയും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. കാരണം എന്താണ്? മനുഷ്യരെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിന്ന് പേടിയുള്ളത്. പക്ഷെ ഏത് നേരത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സഹോദരന്മാരെ അവരെന്തെയും നന്നാവും, ഉറപ്പാണ്. എന്റെ റബ്ബ് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞു വെച്ചാല് രഹസ്യമായ തിന്മയെ നമ്മൾ എന്തെങ്കിലും ഗൗരവത്തിലെടുക്കണം. രഹസ്യമായ തിന്മ അത് ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പരസ്യമായിട്ട് പലപ്പോഴും നമ്മൾ ആരും മോശമായ കാര്യങ്ങളും ചെയ്യാറില്ല. കാരണം മനുഷ്യന്മാരെ പേടിച്ചിട്ട്. രഹസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരും കാണുന്നില്ലല്ലോ. ഒറ്റക്കാവുമ്പോൾ മൊബൈലുകളിൽ പലതും കളിക്കുന്നു, പലതും കാണുന്നു, പലതും കേൾക്കുന്നു. പക്ഷെ ആ സമയത്തൊന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നില്ല. അതാണ് അള്ളാഹു പറഞ്ഞു, നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ സഹോദരന്മാരെ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചാൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ റബ്ബിന്റെ സംരക്ഷണം ലഭിച്ച എത്രയോ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നോക്കിയട്ടെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരെന്തായിരുന്നു? സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. കളിക്കാൻ കൊണ്ടുപോയതാണ്.
പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് ചെന്നായ കുടിച്ചു എന്ന് പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത പ്രയാസമായി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നെ കുട്ടിയെ കാണാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, കരച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതീക്ഷ കൈവിടുന്നില്ല. എന്റെ റബ്ബിന്റെ കൈവിടൂല, ഉറപ്പാണ്. നോക്കിയട്ടെ, ഇതാണ് ഈമാൻ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ട് പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാൻ ഒരു കൊട്ടാരത്തിലെ രാജാവായി മാറണം. കൊട്ടാരത്തിലെ രാജാവായി മാറി അവസാനം തന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്ന സഹോദരങ്ങള് ആ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവിടെ രാജാവ് ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്ന നമ്മുടെ സഹോദരനാണ് അവിടെ മന്ത്രി എന്ന് പോലും അവരറിയുന്നില്ല. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, നിങ്ങളുടെ ഒരു സഹോദരനില്ലേ ബെന്യാമീൻ, അടുത്ത വരവൻ എന്ത് ചെയ്യണം? അവനെയും കൂട്ടിയിട്ട് വരണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഭക്ഷണത്തിന് വരുമ്പോ അവനെയും കൂട്ടിയിട്ട് വരണം. അവനെയും കൂട്ടി വന്നാലേ ഭക്ഷണം കിട്ടും. അപ്പൊ യൂസുഫ് നബിക്ക് മനസ്സിലായി എന്താണ് ഈ വന്ന ആൾക്കാർ ആരാണ്. ഒന്നും മിണ്ടിയില്ല. അവ ഈ സഹോദരങ്ങളൊക്കെ അന്നത്തെ ഭക്ഷണത്തിന്റെ ഇതുമായിട്ട് എന്ത് ചെയ്തു? പോകുകയാണ്. എന്നിട്ട് പിതാവിന്റെ അടുത്ത് എത്തിയതിനു ശേഷം പറയാണ്, അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ബിന്യാമിനെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ ഒരു മകനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കൂടെ ഞാൻ അയക്കുക? എന്ത് ധൈര്യത്തിലാണ്? എനിക്ക് അയക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, കാരണം ഭക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സഹോദരനെ അവിടെ അയക്കണം, എന്നാലേ കിട്ടും. അങ്ങനെ അവസാനം ബിന്യാമിൻ എന്ന് പറയുന്ന സഹോദരൻ എന്തായാലും അവരുടെ കൂടെ അയക്കുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു എന്താണ്? സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംരക്ഷകനാണ്. അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്. ആ പ്രതീക്ഷ കൈവിടുന്നില്ല. അത് ഈമാനാണ്. നിന്റെ റബ്ബ് എന്നെ കൈവിടൂല. പക്ഷെ അള്ളാഹു നമ്മളെ കൈവിടാതിരിക്കണമെങ്കിൽ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. ആ റബ്ബ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാവണം. എന്റെ റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല എന്നാണ് പഠിപ്പിച്ചതിന്റെ അർത്ഥം. അതേപോലെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇവർ രണ്ടുപേരോടും ആ നാട്ടിലുള്ള ഏറ്റവും വലിയ ക്രൂരനായിരിക്കുന്ന ഫിർഔനിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അവന്റെ അടുത്ത് പോയിട്ട് നല്ല വാക്കുകൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആ സമയത്ത് അവന് പറഞ്ഞതാണ്, ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യുഫ്റത അലൈനാ ഔ അൻ യത്ഗാ ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. അവർ പറയാണ്, കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. കാരണം അയാൾ വലിയ ക്രൂരനാണ്. അയാൾ എന്തും ചെയ്യും. മനുഷ്യന്മാരെന്ത് ചെയ്യും? കൊല്ലുന്ന മനുഷ്യനാണ്. അയാളുടെ അടുത്തേക്ക് എങ്ങനെ പോയിട്ട് അവിടേക്ക് പോകാൻ ഞങ്ങൾ പേടിയാണ് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാൻ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല, ഇന്നനീ മഅകുമാ, നിങ്ങൾക്ക് രണ്ടിന്റെ കൂടെ ഞാനുണ്ടല്ലോ, പിന്നെ നിങ്ങൾ പേടിക്കുന്നത്. എങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടായെന്ന് അറിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞ, പേടിയാന്നുണ്ട് റബ്ബേ, പ്രാർത്ഥിക്കാം. അള്ളാഹ് പറയാണ്, പേടിക്കണ്ട, നിങ്ങൾ പോയിക്കോ, ഞാനില്ലേ കൂടെ. നോക്കിയട്ടെ, അത് ഒരു രക്ഷാകവചമാണ്. ഈമാൻ എന്നുള്ളത് എന്താണ്? ഒരു വല്ലാത്തൊരു കാര്യമാണ് സഹോദരന്മാർ. എന്ന് നോക്കിയട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ കൂടെയുള്ള ആളുകളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന സമയത്ത് പറഞ്ഞത്, ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അവര് പറയാൻ എന്താണ്? മൂസാ നബിയിൽ വിശ്വസിച്ച ആൾക്കാർ എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? മുമ്പിലേക്ക് ഓടിയാൽ വലിയ ചെങ്കടലാണ്, ബാക്കിലേക്ക് തിരിഞ്ഞോടിയാൽ ഫിർഔനിന്റെ ആൾക്കാരാണ്. അങ്ങോട്ട് പോയാലും രക്ഷയില്ല, ഇങ്ങോട്ട് പോയാലും രക്ഷയില്ല. ആ സമയത്ത്
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താണെന്നറിയോ? ഖാല കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. പേടിക്കണ്ടടോ, റബ്ബില്ലേ കൂടെ, അള്ള വഴി കാണിച്ചു തരും. ആ ഈമാൻ നമുക്ക് ഉണ്ടാവും എന്നുള്ള ആലോചിക്കണം. മുമ്പിലേക്ക് പോയാൽ വലിയ കടലാണ്, കണ്ണെത്താ ദൂരത്ത് കടൽ, ബാക്കിലാണെങ്കിൽ കൊല്ലാൻ വേണ്ടി വരുന്ന ടീമും. ആ സമയത്താണ് പറയുന്നത് എന്താണ്? പേടിക്കണ്ട, അള്ളന്റെ കൂടെ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അതാണ് ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ആ കടലടിക്കാൻ വേണ്ടി പറയുന്നത്. അവിടെ വഴിയാകുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആൾക്കാർ എന്ത് ചെയ്താണ്? ആ വഴിയിലൂടെ നടന്നു പോകാൻ. മൂസാ നബിക്ക് ആദ്യം അറിയോ ഇവിടെ ഇങ്ങനെ വടി കൊണ്ട് അടിച്ചാൽ നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ വടി കൊണ്ട് അടിച്ചാൽ അവിടെ വഴിയാവും, നമുക്ക് അതിലൂടെ നടന്നു പോകാം? ഇല്ല, എന്നറിയില്ല. അതൊരു വിശ്വാസമാണ്. അള്ള രക്ഷിക്കും, ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിനെയും നമ്മളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം. ഇനി മരിച്ചാലോ അള്ളാഹിന്റെ മാർഗത്തിലല്ലേ മരിക്കുന്നത്, സ്വർഗാണല്ലോ, പേടിക്കാനല്ലോ. അള്ളാഹു തൃപ്തിപ്പെട്ട മരണമായിരിക്കല്ലോ. അവൻ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ സംരക്ഷണം ചെയ്യണം, കിട്ടാണ്. ഈ സംരക്ഷണം കിട്ടണമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ റമദാനൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാനില്ല. നമ്മൾ എന്താ വെച്ചാല് നന്നാകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. നന്നാകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസരമാണ്. ആ അവസരം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം, കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ കലർപ്പില്ലാത്ത തൗഹീദിന്റെ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. തോന്നുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, മറ്റുള്ള സമയങ്ങളിൽ അള്ളാഹ് ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ഇത്തരം ആളുകൾക്കല്ല അള്ളാഹുവിന്റെ സഹായം. ഇത്തരം ആളുകൾക്കല്ല അള്ളാഹുവിന്റെ സഹായം. മഹാനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ചില വാക്കുകളിൽ, ഇബ്നു അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് ഇത് നമ്മളെ കുട്ടികൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാമു ഇന്നി ഉഅല്ലിമുക ബികലിമാത്. മോനെ, നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നോക്കിയേ, മക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം. നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞെന്താ? നീ അള്ളാഹിനെ സൂക്ഷിച്ചാലേ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? നമ്മുടെ മക്കളെന്ന് വെച്ചാല് നമ്മൾ വരുമ്പോഴാണ് നമ്മളൊരു പേടി. നമ്മളെ പിന്നെ സ്ത്രീകളായ ചോദിക്കട്ടെ, കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുമ്പോൾ എന്താ ആദ്യം പറയുന്നത് അറിയാം? ഉപ്പ വരട്ടെ, കാണിച്ചു തരാം, നല്ല പറയാ, ഉപ്പ വരട്ടെ. അപ്പോ നമ്മുടെ ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്നറിയോ? ഉപ്പ രാത്രി എന്ത് ചെയ്യും? 8:30 മണിക്ക് എത്തും, അതിന് മുമ്പേ കിടന്നുറങ്ങണം. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ വരികയാണ് എന്താണ്? ഉപ്പയാണ് വലിയൊരു സാധനം. ഉപ്പ ചിലപ്പോൾ പാവായിരിക്കും, എന്നാലും ഉമ്മമാരെന്ത് ചെയ്യാണ്? ഉപ്പാനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ആ കുട്ടികൾ എന്താ വെച്ചാൽ ഉറങ്ങുന്നില്ലെങ്കിലും ഉപ്പമാര് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വെറുതെ കിടക്കും. ഒരു വലിയൊരു സാധനങ്ങൾ വരുന്നുണ്ട്, മിക്കവാറും എന്താണ് ഇന്ന് വലിയ പ്രശ്നമായിരിക്കും വിചാരിച്ചത്. ഓക്കേട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ശരിക്കും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. നമുക്കുണ്ടാവണം. നമ്മുടെ കുട്ടികൾ മൊബൈൽ നോക്കുന്നു, നമ്മൾ വരുന്ന സമയത്ത് അപ്പുറം സൗണ്ട് ഇല്ല, ഈ ലേഡീസിന്റെ പത്ത് ഇല്ലാത്ത. ഓക്കെ, അപ്പോ ഈ മൊബൈലുകളും തോന്നിയാസികളും കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് എന്ത് ചോദിച്ചാല് അവരെന്ത് ചെയ്യും? മാറ്റിവെക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആരെയാണ് പേടി? അള്ളാഹുവിനെ അല്ല അവരെ പേടിക്കുന്നത്. നമ്മളാണെങ്കിലും അവരാണെങ്കിലും. പിന്നെന്താണ്? ഉമ്മാനും ഉപ്പാനെയും പേടിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പേടിക്കുന്നു, ഭർത്താവ് ഭാര്യനെ പേടിക്കുന്നു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഈ ബോധം നമുക്ക് എപ്പോൾ ഉണ്ടാകും? അള്ളാഹു സൂക്ഷിച്ചു തീരും, നമുക്ക് ജീവിക്കാൻ കഴിയണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? എപ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയും? നമ്മുടെ സംസാരം കൊണ്ടാണെങ്കിലും
നമ്മുടെ നോട്ടം കൊണ്ടാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഏത് കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, ഉറപ്പാണ്. എന്നിട്ട് അള്ളാഹു, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു നിന്നെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നീ ഉദ്ദേശിച്ചത് ഈ പടച്ചു തരൂന്ന. മനസ്സിലായില്ലേ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം, ചോദിച്ചാൽ തരൂന്ന. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ 80-ാമത്തെ വയസ്സ് വരെ കുട്ടികളില്ലായിട്ടും ഇബ്രാഹിം നബി എന്ത് ചെയ്തത്? അള്ളാഹിനോട് ചോദിച്ചത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമാകുന്ന സമയത്ത് കുട്ടികളില്ലായിട്ട് അള്ളാഹിനോട് ചോദിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയേ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു ഉത്തരം കൊടുത്തു. പ്രായമാകുന്ന സമയത്തും കുട്ടിനെ കൊടുത്തു. പ്രായമാകുന്ന സമയത്തും ചെറുപ്പകാലത്തൊക്കെ കുട്ടി കൊടുക്കാൻ കഴിവുള്ള റബ്ബാണ്. പക്ഷെ നമ്മളിൽ പല ആൾക്കാർ എന്താണ്, മക്കളില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഒരു മനസ്സിന് സമാധാനം ഇല്ലാതിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? സകല ജാറകളിലേക്ക് പോകുന്നു, തുലാഭാരം നടത്തുന്നു, പലതും ചെയ്യാനും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം സഹോദരന്മാരെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നുണ്ട്, ഇനി നിനക്ക് അള്ളാഹു എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചാൽ, അത് ആര് വിചാരിച്ച് തടഞ്ഞാലും എന്തില്ല, തടയൂല, അത് എനിക്ക് കിട്ടും, ഉറപ്പാണ്. ഇനി നിനക്ക് തരൂല എന്ന് അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്തുള്ള എല്ലാ ആളുകളും എനിക്ക് തരണമെന്ന് വിചാരിച്ചാലും തരാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്താണ്? എന്റെ റബ്ബ് അങ്ങനെയാണ്, എന്റെ റബ്ബ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എനിക്കത് കിട്ടണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. എന്റെ റബ്ബ് എനിക്കത് കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലേ? നമ്മളല്ലേ ലൈൻ ശകർത്തും ലഅസീദന്നകും. ആയത്ത് പലപ്പോഴും പരിചയമുണ്ടാവും, നമുക്ക് ഏതെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും വാഹനത്തിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ബാക്കിൽ എഴുതി വെക്കാനുള്ള സാധനമല്ല. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചിരുന്നാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മൾ അള്ളാഹിനെ മറക്കാൻ പാടില്ല. ഒരു വീടുണ്ടായി, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. എങ്ങനെ ശുക്ർ ചെയ്യാം? ആ വീട് ഇസ്ലാമികമായിരിക്കണം. ഒരു വാഹനം കിട്ടി, എങ്ങനെ അള്ളാഹിന് ശുക്ർ ചെയ്യാം? ആ വാഹനം ഇസ്ലാമികമായ രീതിയിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. വാഹനം എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്താണ്. വീട് അള്ളാഹുവിന്റെ നിഅമത്താണ്. അപ്പൊ ആ വാഹനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സംഗീതങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. തീരുമാനിക്കണം നമ്മൾ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? നമുക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. അള്ളയാണ് തരിക, അള്ളയാണ് തരിക. അതെന്ത് ചെയ്യും? അള്ളാഹു മറച്ചു വെക്കൂല. നമുക്ക് തരേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, കലർപ്പില്ലാത്ത തൗഹീദിന്റെ ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? സഹായം ചെയ്തു കൊടുക്കും. നമ്മൾ ഉറപ്പ് വേണം. എന്താണ്? നമ്മുടെ ഈമാനിൽ എന്തില്ല? ഒരു ശിർക്കും വരൂല. നമ്മുടെ വിശ്വാസത്തിൽ ഒരു ശിർക്കും വരൂല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. രണ്ടാമത്തെ വിഷയം എന്താ പറയുക? അള്ളാഹുവിന് സഹായം കിട്ടണമെങ്കിൽ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ തവക്കുലാണ്. നല്ല തവക്കൽ ഉണ്ടാവണം. തവക്കുലുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ വീട് വളഞ്ഞു. വീട് വളഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു, അവരെ കാണാതെ തന്നെ അവരുടെ മുമ്പിലൂടെ. എന്നിട്ട് അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ എന്ത് ചെയ്യണം? പോവുകയാണ്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നറിയോ? ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. കാരണം അവര് വരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് മനസ്സിലായി എന്താണ്? മുഹമ്മദും എന്ത് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് ആൾക്കാർ അയച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ഇവർ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ അടുത്തേക്ക് കൂടെ എന്ത് ചെയ്യുന്നത്? ശത്രുക്കൾ എത്തുന്നത്. ഊരിപ്പിടിച്ച് വാളായിട്ട്. ചിന്തിച്ചു നോക്കിയാട്ടെ, കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമുള്ളൂ അവർക്ക്. കിട്ടിയ കൊല്ലുക.
കിട്ടിയാൽ കൊല്ല, വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ മുമ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ പെടുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഇതാ കാണുന്നില്ലേ, അവർ ഈ ഗുഹയുടെ അടുത്തതാ, അവർ കാല് കാണുന്നു, വാള് കാണുന്നു, എല്ലാം കാണുന്നു. ഒന്ന് കുനി നോക്കിയാൽ നമ്മൾ കൊന്നുകളിയില്ലേ. എന്നെ കൊല്ലുന്നതിലല്ല, എന്റെ പ്രവാചകനെ കൊല്ലുന്നതിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ പേടിക്കണ്ടോ, അല്ലാഹ് ഇല്ലേ കൂടെ. ഓക്കേട്ടെ, അതൊരു തവക്കുലാണ് കേട്ടോ, അതൊരു തവക്കുലാണ്. അല്ലാഹ് നമ്മളെ വിടൂല, കൈവിടൂല എന്നുള്ള തീരുമാനം. ഈ തവക്കുലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. തവക്കലുണ്ടോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും, ഉറപ്പാണ്. റബ്ബിലേക്കായിരിക്കണം തവക്കൽ ഉണ്ടാവേണ്ടത്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. അത് വെറുതെ പറയുന്നതല്ല, എന്റെ റബ്ബിലേക്ക് തവക്കൽ ചെയ്തിട്ട് ഞാൻ ഇറങ്ങുകയാണ്, എന്റെ രാവിലെ ജീവിതം തന്നെ എന്ത് ചെയ്യാണ്, ആരംഭിക്കാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കൽ ഉണ്ടാവണം. റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം എന്നുള്ള തീരുമാനമാണ്. മൂന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പേടിക്കൊന്നും വേണ്ട, തഖ്വ ഉണ്ടാവണം. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു ആരാണ്? തഖ്വയുള്ളവരുടെ കൂടെയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, തഖ്വയുള്ള ആളുകൾക്കാണ് എന്താ വിജയം ഉണ്ടാകുക. തഖ്വയുള്ള ആളുകളാണ് വിജയിക്കുക. എവിടെ? പരലോകത്ത്. ഇവിടെയാണെങ്കിലും പരലോകത്താണെങ്കിലും തഖ്വയുള്ള ആളുകൾക്കാണ് എന്താ ചെയ്യുക, സമാധാനം ഉണ്ടാകുക, മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിത്തീരുക. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഏത് സമയത്തും, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടി നമുക്ക് എപ്പോൾ ഉണ്ടാവും. ഈ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ ഈ നാട്ടിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ദീർഘ സ്ഥലങ്ങളിലൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പലപ്പോഴും എന്താ വെച്ചാൽ അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ മൊബൈലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, തോന്നിയാസങ്ങൾ കാണുകയും ഒക്കെ ചെയ്യാം. പടച്ചോനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവും, അല്ലേ? എപ്പോഴും തഖ്വയോട് കൂടി ജീവിക്കുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ആളുകൾ കളിയാക്കും, നീ വല്ല മുത്തക്കി എന്നൊക്കെ പറയും, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. കാരണം അതൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ, തഖ്വയോട് ജീവിക്കാന്ന് പറയുന്നത്. ആണ് നമ്മൾ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ തഖ്വയോടുകൂടി എന്നും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നടത്തത്തിലും കിടത്തത്തിലും എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിന് സഹായം കിട്ടാൻ വേണ്ടി നാലാമത്തെ വിഷയം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്നവർക്ക് കൂട്ടായി അവനുണ്ടാവും. അള്ളാഹുവിനോട് പറയുന്ന ആള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പഠിച്ചോട് പറയാം, പഠിച്ചു സഹായിക്കും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, എൻ്റെ റബ്ബ് തരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തരുന്നില്ലെങ്കിൽ എന്താണ്, അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ്, മനസ്സിൽ സമാധാനം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിക്കുന്നവർക്ക് എങ്ങനെ പ്രതിസന്ധികളെ സൃഷ്ടികളെ തേടിപ്പോകും, പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കപ്പലിൽ പോവുകയാണ്. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, കപ്പലിൽ വെച്ചുകൊണ്ട് കപ്പലിൽ ആളുകൾ കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പുറത്തു പോകണം. അപ്പൊ ആരോടെങ്കിലും ഒന്ന് പുറത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകുമോ? നടുക്കടലിൽ നിന്ന് ആരും പോവില്ല. അവസാനം നിറക്കടേണ്ടി വന്നു. നിറക്കിട്ട് കിട്ടിയത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ആ കടലിലേക്ക് കിട്ടും. ചിന്തിച്ചു നോക്കിയട്ടെ, അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടാം. അവസാനം എന്ത് ചെയ്യാന്ന് വെച്ചാല് ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്, ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുകയാണ്. കടലാകുന്ന ഇരുട്ടും മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടും എല്ലാം ഇനി ഏത് തരത്തിലും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള സമയം ഉണ്ടായപ്പോഴും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെന്ന് പറയാം,
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഞാൻ അക്രമയിൽ പെട്ടുപോയി റബ്ബേ, നീ അല്ലാതെ ആരാധനക്കർഹനില്ല. അള്ളാഹിനോട് ചോദിക്കാം, നീ എത്ര പരിശുദ്ധനാണ്. എവിടെ വെച്ച് ചോദിക്കുന്നറിയോ? മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചിട്ടേ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസ്തജബ്നാ ലഹു, അള്ളാഹു കേട്ടുന്നാ. ഓക്കേട്ടെ, ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് വരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു കേൾക്കുന്ന. നമ്മളെ ചില കോമുകൾ പറയുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ സി എം മടവൂർ കേൾക്കുന്ന. ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള മനുഷ്യൻ ചെയ്യണം നമ്മൾ ഇവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന. നോക്കിയട്ടെ, ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു സമ്മേളനം വെച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുള്ള വിഷയം എന്താ വെച്ചാല്, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കിട്ടിയിട്ടും അവർ പറയുന്നത് വെച്ചാല്, നമ്മളിവിടെ കൂടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, മദീനയിലെ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, കാണുന്നു. അങ്ങനെ വിശ്വസിച്ചതിന് ശിർക്കായില്ലേ? കാരണം എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അന്നല്ലേ. ഇനി നമ്മൾ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ കാണുമെന്ന് വിശ്വസിച്ചാൽ തന്നെ തെറ്റല്ലേ? നബി കാണൂലല്ലോ, മരിച്ചതല്ലേ, കാണൂല, കേൾക്കൂല, ഉറപ്പാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ എന്താണ്? അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണത്തിൽ തന്നെ ശിർക്ക് ചെയ്യുന്നവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ സഹോദരന്മാരെ, ആ മത്സ്യത്തിന്റെ അകത്തെ വെച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, വനജ്ജൈനാഹു, അള്ളാഹു അവനെ രക്ഷപ്പെടുത്തിയതാണ്. രക്ഷപ്പെടുത്തും, പേടിക്കാനില്ല. എന്ത് കടുപ്പപ്പെട്ട രോഗമാണെങ്കിലും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അള്ളാഹു എന്ത് ചെയ്യും, മരിപ്പിക്കും. അത് നല്ലതിനായിരിക്കാം. അല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും, ഉറപ്പാണ്. നമ്മൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, നമ്മളെ കഷ്ടപ്പെടുത്തൂല. നോക്കിയട്ടെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 കൊല്ലാണെന്നാ രോഗിയായി കിടന്നത്. 1, 2, 3 കൊല്ലമല്ല കേട്ടോ, ഒരു പ്രവാചകനാണ്. ഏകദേശം 18 കൊല്ലത്തോളം രോഗിയായി കിടന്നു. കുടുംബക്കാർ ഒഴിവാക്കി, നാട്ടുകാർ ഒഴിവാക്കി, എല്ലാവരും ഒഴിവാക്കിയിട്ടും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തില്ല, ഒരു പ്രയാസമില്ല. യൂനുസ് നബി അലൈഹി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചോനെ, എനിക്ക് പ്രയാസമുണ്ട്, നീ ദൂരീകരിച്ചു തരണേ, പ്രാർത്ഥിക്കണമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വർഷത്തിന് ശേഷം അള്ളാഹ് എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് അങ്ങനെയുള്ള പിന്നെ ബലാവും പരീക്ഷണമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈമാൻ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കാണല്ലോ. സഹോദരന്മാരെ, പരീക്ഷണം എന്നൊക്കെ പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന് പറഞ്ഞത് സൂറത്ത് മുൽക്കിൽ 2-ാമത്തെ ആയത്തിൽ, നമ്മുടെ രാത്രി ഓതുന്ന ആയത്ത് എന്താ പറഞ്ഞറിയാം? ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും കൊടുക്കുന്നതെന്നറിയാം, പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അവൻ ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് ചെയ്യാൻ നോക്കാൻ വേണ്ടി. എന്ത് കഷ്ടപ്പാടുള്ള സമയത്തും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിമായ ഒരാളെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്തു. അയാളെ ഫോട്ടോ കണ്ടൊക്കെ നല്ല നിസ്കാരത്താകുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല നല്ലൊരു മനുഷ്യൻ, ഒരു ഇസ്സത്തുള്ളൊരു മനുഷ്യൻ. പക്ഷെ അയാൾ ആത്മഹത്യ ചെയ്താണ്. അയാളെ വണ്ടിയിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ ഭാര്യനെയും കുട്ടീനെയും അയാളും കൂടെ ഇരുന്ന് വെച്ചാൽ കത്തിച്ച് കളഞ്ഞു. ഭാര്യയും കുട്ടി എന്ത് ചെയ്ത് രക്ഷപ്പെട്ടു. ഇയാൾ കത്തിക്കരിഞ്ഞു അവിടെ മരിച്ചു. എന്താ കാരണം എന്നറിയോ? സാമ്പത്തിക പ്രശ്നമാണ്. ആരും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ എന്തെങ്കിലും കോടിക്കണക്കിന് കൊടുക്കാൻ തന്നെ കൊടുക്കാനുണ്ട്. അതിന് മാനസികമായി പ്രയാസപ്പെട്ട് എന്തെങ്കിലും വെച്ചാൽ ആത്മഹത്യ ചെയ്യാം. ചിന്തിച്ചു നോക്കിയട്ടെ, എവിടെ എത്തി നമ്മൾ? നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല. എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. മനസ്സിലേ? അപ്പോ രക്ഷപ്പെടാൻ ഒരു നിലക്കും സാധ്യമാവാത്ത നിലക്ക് റബ്ബിനോട് ചോദിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വലിയ പാഠമാണ് മനുഷ്യർക്ക് നൽകുന്നത്. എവിടെ വെച്ചിട്ടാണെങ്കിലും എന്റെ റബ്ബിന്റെയും എന്നെ സംരക്ഷിക്കും, ഉറപ്പാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പ്രാർത്ഥന നിരന്തരമായിട്ടുണ്ടാവണം. പള്ളിയിൽ കയറുമ്പോൾ റഹ്മത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരസ്പരം കാണുമ്പോൾ സലാം പറയണം. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. അത് വിശ്വാസിയുടെ എന്താണ്? അലാമത്താണ്. രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് അത് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ രോഗിയെ സന്ദർശിക്കാൻ പോകും. രോഗി പിന്നെ റൂമിലാണെങ്കിൽ നമ്മൾ അടുക്കൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടാ, പ്രസന്റ് ഇടാൻ വേണ്ടി ചാറ്റാ വന്നത്,
ഇല്ലല്ലോ. അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ അടുത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പുരുഷനാണെങ്കിൽ പുരുഷന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ അതൊന്നുമില്ല. ഉള്ള ചായയും കടിയൊക്കെ കുടിച്ചിട്ട് എന്ത് ചെയ്യും? ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോകും. അതല്ലല്ലോ വേണ്ടത്. പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താ വേണ്ടത്? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട വേണ്ടത്. പേടിക്കേണ്ട. നിങ്ങൾ അല്ലാഹ് ഇല്ലേ കൂടെ, അല്ലാഹ് സംരക്ഷിക്കും, നിങ്ങളുടെ രോഗിക്ക് അല്ലാഹ് ശിഫയാക്കി തരും എന്ന് പറഞ്ഞാൽ തന്നെ സഹോദരന്മാരെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. പിന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം, മറക്കരുത്. നമ്മൾ സ്ഥിരമായി ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും. നമ്മളെ മക്കള് വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, പ്രാർത്ഥിച്ചോ, വണ്ടി പോകുന്നില്ല, പ്രാർത്ഥിച്ചാലേ പോകും. അവർ പ്രാർത്ഥിക്കും. പഠിപ്പിക്കണം നമ്മൾ. നിങ്ങളെ പ്രാർത്ഥിക്കുക എന്നിട്ട് ഞാൻ വണ്ടി മുമ്പോട്ട് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങനെ എന്താ വെച്ചാൽ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യണം? മക്കളെ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പിന്നെ നമ്മൾ നോക്കിയാട്ടെ, നമസ്കാരത്തിൽ എത്ര കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിസ്കാരത്തിന് ശേഷം ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ നിസ്കാരത്തിന് വല്ല ആത്മാർത്ഥം കിട്ടുന്നില്ല. നിസ്കാരത്തിന് പലതും നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്ന് സുബഹിസ്കരിക്കുമ്പോൾ എന്തൊക്കെ 2 റക്അത്ത് എന്തൊക്കെ ചിന്തിച്ച്, പിന്നെ തറാവിന്റെ കാര്യം പറയണ്ടല്ലോ. 11 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ആലോചിക്കും. പിറ്റേ ദിവസം നോമ്പോറിന്റെ കാര്യം വരെ ആലോചിക്കും. എന്താ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പ്ലാനിങ് ആണ്. ആ നിസ്കാരം കൊണ്ട് എന്ത് കാര്യമാണ് സഹോദരന്മാരെ? ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ആ നിസ്കാരത്തിന്റെ സമയത്ത് അള്ളാഹുവിന് മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം. എന്റെ റബ്ബിന്റെ മുമ്പിലാണ് അല്ലേ? ഈ സാധനത്തിനൊന്നും ശ്രദ്ധിക്കുമ്പോ ഈ മൊബൈലിൽ ചില ആൾക്കാർക്ക് സലാം വിട്ടേ വേണ്ടു, അത് എടുത്താലേ സമാധാനം ഉണ്ടാവും. എന്താ കാരണം? സലാം വിട്ടേ ഉടനെ മെസ്സേജ് ഉണ്ടാവും. അതങ്ങോട്ട് മാറ്റി വെക്കുക. നിസ്കാരം കഴിഞ്ഞ് 5-10 മിനിറ്റ് എന്ത് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാം. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഉപയോഗിക്കണമെന്നില്ല സഹോദരന്മാരെ. അത് നമ്മൾ നേരെ ശ്രദ്ധിക്കണം. അപ്പൊ നിസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനകളും ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണ്. നിസ്കാരം അങ്ങനെയാണല്ലോ, ഏറ്റവും വലിയ ഇബാദത്താണത്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്താണത്. പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് അതെന്താണ്? നിസ്കാരമാണ്. അത് ക്ലിയർ ആയാലേ മറ്റുള്ളവർക്ക് ക്ലിയർ ആയിട്ട് കാര്യമുള്ളൂ. പോയിട്ട് നിസ്കരിക്കാത്തവന് നോമ്പെടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടാകുക? അങ്ങനെയുണ്ട് നമ്മൾ ചില നാട്ടിലൊക്കെ. നിസ്കാരം ഒന്നും ഉണ്ടാവില്ല. റമദാനിന് ഭയങ്കര നിസ്കാരം നോമ്പൊക്കെ ആയിരിക്കും. നോമ്പെടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഓൻ ജീവിതത്തിൽ നിസ്കാരമില്ല, കൃത്യമായിട്ടുള്ള നിസ്കാരമില്ല. തോന്നുമ്പോൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഒരു യാത്രയിലാണെങ്കിൽ ആ യാത്ര നിസ്കരിക്കണം. രോഗിയാകുന്ന സമയത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിന് അളവില്ല. നോമ്പിനാണെങ്കിൽ രോഗിക്ക് അളവുണ്ട്, അത് പിന്നീട് നോച്ചോട്ടെ. അത് നിസ്കാരത്തിനില്ല. നിസ്കാരത്തിന് എന്ത് ചെയ്യണം? അതാത് ദിവസം നിർവഹിക്കണം. എന്ത് ചെയ്യണം? അതാത് ദിവസം തന്നെ നിർവഹിക്കണം. അത് നിർബന്ധമാണ്. അത് മാറ്റിവെക്കാൻ പാടില്ല. എത്രയോ ആളുകളുണ്ട് ചില യാത്രകളൊക്കെ പോകുന്ന സമയത്ത് ചില സുബഹി ഉണ്ടാവില്ല, ദുഹർ ഉണ്ടാവില്ല, അസർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇഷായിന്റെ നേരം വന്നിട്ട് എല്ലാം ഒന്നിച്ച് സ്കരിക്കാം. അങ്ങനൊക്കെ ഉണ്ട്. ഇഷായിന്റെ സമയത്ത് എന്ത് ചെയ്യാം? എല്ലാം ഒന്നിച്ച് സ്കരിക്കാം. എന്നിട്ടൊരു നെടുവോർ പാവവും കഴിഞ്ഞ് എത്ര റക്അത്ത് നിസ്കരിച്ചത്? 17 റക്അത്തുകൾ എന്ത് ചെയ്യണം? ഒന്നിച്ചിങ്ങനെ നിസ്കരിക്കാം. എന്നാൽ രാവിലത്തെ നാസ്തി, ഉച്ചക്കത്തെ ചോറ്, വൈകുന്നേരത്തെ ചായ എല്ലാം ഒന്നിച്ച് രാത്രി കുടിച്ചാൽ പോരെ? അതില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെന്താണ്? നമ്മുടെ പള്ളക്ക് കിട്ടേണ്ടത് അതാത് സമയത്ത് കിട്ടണം. അള്ളാഹ് കൊടുക്കേണ്ടതോ അത് എപ്പോഴെങ്കിലും മതി. വീട്ടിൽ കല്യാണം ഉണ്ടാവും, നിസ്കാരം ഉണ്ടാവും. പുതിയ പണി നിസ്കാരം ഉണ്ടാവും? ഇല്ലല്ലോ. കാരണം എന്താണ്? എല്ലാ സ്ഥലത്തും പൊട്ടിയിട്ടിരിക്കുക. അത് മാഞ്ഞു പോകും. 10,000, 20,000, 50,000 റുപ്യ കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ പിന്നെ ചമച്ചൊരുക്കിയിട്ട് പിന്നെ ഒതുകൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് നിസ്കരിക്കാത്തവരുണ്ട്. ഏതെങ്കിലും ഒരു ഉമ്മമാരെ, എന്നെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ എന്റെ പിറകിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയട്ടെ. നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളുടെ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആൺകുട്ടിയോട്, സഹോദരൻ നീ ദുഹർ നിസ്കരിച്ചോ? എങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ വന്നിരിക്കും. കുറെ ആൾ വന്നോട്ടെ, ആളുകൾ വന്നോട്ടെ, പിന്നെ നിസ്കാരത്തിനൊരു മുടക്കുണ്ടാവരുത്. ഓരോ ഉമ്മമാരും ഉപ്പമാരും എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിസ്കാരം എന്താണ്? ഏറ്റവും വലിയ ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഓരോ കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ മൂത്ത മോന് ഗൾഫിലാണെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കണം, ഇന്ന് സുബഹി ജമാഅത്ത് കിട്ടിയോ? ചോദിക്കണം. സുബഹിക്ക് പോയില്ലോടെ നീ?
ചോദിക്കണം. ഇന്ന് ഖുർആൻ ഓതിയാണോ എന്ന് ചോദിക്കാൻ കഴിയണം. വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട കൂടെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചോദിക്കേണ്ട ഒരു കാര്യവിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം? കൃത്യമായി ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ, ആ സമയം നമ്മൾ എന്തെങ്കിലും കഴിവിന്റെ പരമാവധി ഉൾപ്പെടുത്തണം. അപ്പൊ നോക്കട്ടെ, റമദാനാണല്ലോ വരുന്നത്. ഈ റമദാന്റെ സമയത്ത് നമ്മൾ അത്താഴത്തിന് വേണ്ടി എണീക്കും. അത്താഴത്തിന് എഴുന്നേൽക്കണം, അത് സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ എത്ര പള്ള നിറഞ്ഞിട്ട് കിടന്നു തുടങ്ങിയാണെങ്കിലും ഒരു ഈത്തപ്പഴെങ്കിലും കുടിച്ച് തിന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ അത്താഴം കഴിക്കണം. എന്താ വെച്ചാൽ ആ അത്താഴത്തിന്റെ സമയത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം കൂടിയാണ്. പ്രാർത്ഥനയ്ക്ക് അപ്പൊ ബാങ്കിന്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് അത്താഴം അവസാനിപ്പിച്ചിട്ട് നമുക്ക് ആ സമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അത്. നോമ്പിന് മാത്രമല്ല, ഇന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആ സമയം അങ്ങനെയാണ്. 7-ാം ആകാശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. പക്ഷെ നമ്മൾ എത്ര ആൾക്കാരൊക്കെ ഉണ്ട്? കഴിഞ്ഞ റമദാനിൽ തറാവീഹ് നിസ്കരിച്ചാൽ അതിന് ശേഷം ഇതില്ല തഹജ്ജുദ് നിസ്കാരം ഇല്ല. ഇതിലിപ്പോ കാത്തിക്കാണ് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ റമദാനിന് ശേഷം എത്ര തഹജ്ജുദ് നിസ്കാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര കിട്ടിയിട്ടുണ്ട്? എത്ര മാസം എത്ര ദിവസങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ? ഈ ശഅബാൻ മാസം ഇന്ന് അവസാനിക്കുക, ഇന്നോ അല്ലെങ്കിൽ നാളെ അവസാനിക്കുകയാണ്. ഈ ശഅബാനിൽ എത്ര തഹജ്ജുദ് നിസ്കാരം കിട്ടിയിട്ടുണ്ട്? ചിന്തിക്കണ്ടേ? ചിന്തിക്കണം. നമ്മൾ മാറണം. നമ്മൾ റമദാനിലൂടെ മാറാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം എന്തെങ്കിലും ഉണ്ടാവും. റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ വരും പോവും, പക്ഷെ നമ്മളെ നന്നായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എപ്പോഴും ദിക്ർ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹ് ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 മറات. ഈ ദിക്ർ ഒരാൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ അവനെന്തില്ല? ഒരു പരീക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ വിശ്വാസം ഉണ്ടാവണം, ഈമാൻ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈമാൻ അങ്ങോട്ട് ഉണ്ടായാൽ എന്റെ റബ്ബിന്റെ കൈവിടൂല. വിശ്വാസം പറഞ്ഞു, ഒരാള് രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം വരെ അള്ളാഹു ദൈവം സംരക്ഷിക്കും. വൈകുന്നേരം ഇതുപോലെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. അതിൽ ആകെ കുറച്ച് സമയം വേണ്ടുള്ളൂ. ദിക്ർ നാളെ ചിന്തിച്ചു നോക്കിയട്ടെ. വിശ്വാസം പറഞ്ഞു, പിന്നെ ഒരാള് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ നേതാവ് എന്ന് പറയുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാള് ആത്മാർത്ഥതയോടുകൂടി രാവിലെ ചൊല്ലിയാൽ അവൻ വൈകുന്നേരം നമുക്ക് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. സ്വർഗമല്ലാതെ വേറെന്താ നമുക്ക് സ്വന്തം ലക്ഷ്യം? വേറെ ലക്ഷ്യം നമുക്കില്ലല്ലോ. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുക. അള്ളാഹു സംരക്ഷിക്കുക, പിശാചിന്റെ ശർന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്ന. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കുന്നു. നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കാം, പക്ഷേ നമ്മൾ എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് കൂടെ ആലോചിക്കണം. ഇന്ന് നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയോ? ശ്രദ്ധിക്കണ്ടേ സഹോദരന്മാരെ? മരിക്കും എന്നുള്ളത് എന്താ വെച്ചാൽ 100% ഉറപ്പാണ്. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഖബറിലല്ലേ? ഇന്ന് ഖബറിലല്ലേ? പിന്നെ തിരിച്ചു വരുമോ? തിരിച്ചു വരൂല. തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ ഇവരെ കയ്യില്ല. കാരണം ഒരു റിട്ടേൺ ഇല്ല, മരിച്ച റിട്ടേൺ ഇല്ല. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഒരാൾ മരിച്ചിട്ട് ഖബറിലെത്തി കഴിഞ്ഞാൽ അയാളോട് ചോദിക്കാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന അതിനൊരു അവസരം ഇല്ല. എന്താന്ന് പറയാ, അയാൾ പറയും, ഒരു ദിവസം നോമ്പ് വെക്കാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിലും. പിന്നെ അയാൾക്ക് അവസരം ഇല്ല. ആ ഒരു നോമ്പിന്റെ പ്രത്യേകതയാണ്. ഒരു നോമ്പ് 70 വർഷത്തെ വൈദൂരത്തെ നരകത്തിന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഖബറിലേക്ക് പോകേണ്ട ആളാണ്. എത്രയോ വർഷം കിടക്കും, എല്ലാവരും നമ്മളെ മറക്കും, എല്ലാവരും മറക്കും നമ്മളെ, നമ്മൾ ഓർക്കൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം നോക്കി നമ്മളിങ്ങനെ പറയും, പടച്ചോനെ ഈ സുന്ദരമായ ശരീരം ഈ 6 അടി മണ്ണിലേക്ക് വരും. എത്ര സൗന്ദര്യമുള്ളതാണ് അല്ലെ? എത്ര വലിയ സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര വലിയ തടിയുണ്ടെങ്കിലും, എത്ര വലിയ തറവാടാണെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, എല്ലാവരും 6 അടി മണ്ണിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. എല്ലാവരും അവരെന്തെയും ആ മണ്ണിലേക്ക് വെച്ചതിന് ശേഷം
കുറച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് പോയില്ലേ, കഴിഞ്ഞില്ലേ. പിന്നെ നമ്മുടെ കൂട്ടാരുണ്ടാകുന്നറിയോ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളായിരിക്കും, നന്മകളായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാൻ വരുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും നമുക്ക് സാധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഖുറാനുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാവണം. കഴിഞ്ഞ റമദാൻ ഓതിയിട്ട് ഇതുവരെ ഖുറാൻ ഓതാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ ആകുന്നതിന് മുമ്പേ 10ഉം 60ഉം 100ഉം ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. ഈ മൊബൈൽ നോക്കി ഇതാക്കി സമയം കളഞ്ഞു ഒക്കെ ഉണ്ടാവും. പക്ഷെ ഖുറാൻ എത്ര തൊട്ട് ഓതിയിട്ടുണ്ട്, എത്ര പേജ് ഓതിയിട്ടുണ്ട്? ഇന്ന് സുബഹിക്ക് ശേഷം നമ്മൾ ഖുറാൻ ഓതിയോ? ഇന്നലെ ഓതിയോ? മിഞ്ഞാന്ന് ഓതിയോ? ചിന്തിക്കേണ്ടല്ലേ? നമ്മൾ വെറുതെ പണിയെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രം കാര്യമില്ല. ഖുറാനായിട്ടുള്ള നല്ലൊരു ബന്ധം. ഞാൻ എന്ത് പറഞ്ഞാലും ഓരോ ദിവസം എത്ര ഓതും? ഈ റമദാനെ നമ്മൾ തീരുമാനിക്കണം. എന്താണ്? ഒരു ഖത്തം എന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന ഖത്തം. ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. ഞാൻ ഇരുന്ന് ഓതും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് സൈഡാക്കാം, മാറ്റി വെക്കാം. എന്നിട്ട് എന്താ ഉപയോഗിക്കേണ്ടെന്നല്ല, ആവശ്യത്തിനൊക്കെ നല്ല കാര്യത്തിനൊക്കെ ഉപയോഗിച്ചു, കുഴപ്പമില്ല. പക്ഷെ നല്ലതിനായിരിക്കണം. പക്ഷെ ഖുറാനായിട്ടുള്ള ബന്ധം ഉണ്ടാവും. നമ്മളിത് എപ്പോൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഖുറാനോട് നമ്മൾ ഇഷ്ടപ്പെട്ട് നോക്കിയട്ടെ, നമ്മളെപ്പോഴും ഖുറാനായിട്ട് ഓതും, അത് പഠിക്കും. അതിനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ സഹോദരന്മാരെ, ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുടെ നന്മ ചെയ്തുകൊണ്ട് മുന്നേറാവുന്ന തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നാളെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ട മരണമാക്കി തീർക്കുവാൻ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, അത് കൃത്യമായി നന്മകൾ ചെയ്ത് മുന്നേറുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.